നമസ്കാരം 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന താൽപര്യം. സമാധാന ചർച്ചകൾക്കിടെ ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ട അമേരിക്ക. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിൽ വ്യോമാക്രമണം. ഹോർമൂസ് കടലിടുക്കിലെ വിവിധ മേഖലകളിലും സ്ഫോടന പരമ്പര. ആക്രമണം സ്വയം പ്രതിരോധമെന്ന നിലയിലെന്ന് US സെൻട്രൽ കമാൻഡ്. അബ്രഹാം ഉടമ്പടി വിപുലമാക്കാൻ ആഹ്വാനം ചെയ്ത ട്രംപ്. സൗദി, ഖത്തർ, പാകിസ്ഥാൻ അടക്കം രാജ്യങ്ങളെ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ്. ഇസ്രയേലുമായി ഉടമ്പടിയിൽ ഏർപ്പെടാനില്ലെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. ഖത്തറിൽ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളുടൻ. ഇറാൻ ഖത്തർ വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയെ തുടർന്ന് സമാധാന നീക്കം. അതിവേഗം കരാറിലെത്താനുള്ള സാധ്യത തള്ളി ഇറാൻ. കാലിഫോർണിയയിൽ വൻ വാതക ചോർച്ച. വിമാനഭാഗങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് മീഥെയിൽ മെത്താക്രിലേറ്റ് ചോർന്നു. സ്ഫോടന സാധ്യതയെ തുടർന്ന് പ്രദേശത്ത് അടിയന്തരാവസ്ഥ. 1,00,000-ലേറെ പേരോട് സ്ഥലത്ത് നിന്ന് മാറാൻ കാലിഫോർണിയൻ സർക്കാർ. പശ്ചിമ ബംഗാളിൽ തിരിച്ചുവരവിന് ഇടത് പാർട്ടികൾ. ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി CPM. മുസ്ലിം വോട്ടർമാർക്കിടയിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ എന്ന് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ വൻ കൊഴിഞ്ഞുപോക്ക്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് സമ്മർദ്ദം ശക്തമാക്കി DK ശിവകുമാർ. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഡൽഹിയിൽ. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച രാവിലെ. ഇന്ന് അറഫ സംഗമം. ഹാജിമാർ മക്കയിൽ നിന്ന് അറഫാത്തിലേക്ക്. ഹജ്ജിനെത്തിയത് ലോകമെമ്പാടുമുള്ള 18 ലക്ഷത്തോളം വിശ്വാസികൾ. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ. ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. മോദിയുമായി കൂടിക്കാഴ്ച സേവാതീർത്തിലെ ഓഫീസിൽ രാവിലെ 11:15. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യ കൂടിക്കാഴ്ച. ധനമന്ത്രി നിർമ്മല സീതാരാമനെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണും. പോലീസിന് പിന്നാലെ വിജിലൻസിലും അഴിച്ചുപണിയുടൻ. ആഭ്യന്തരമന്ത്രി വിളിച്ച വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണ റിപ്പോർട്ടിൽ നടപടി. 5 പ്രതികളെയും സസ്പെൻഡ് ചെയ്തേക്കും. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ കോടതി പരിഗണിക്കും. തലസ്ഥാനത്തെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് SFIയുടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. SFI KSU ഏറ്റുമുട്ടൽ. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ. ആഹ്ലാദ പ്രകടനത്തിലേക്ക് KSU പ്രവർത്തകർ കല്ലെറിഞ്ഞെന്ന് SFI നേതാക്കൾ. 2ാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷാ ഫലം ഇന്ന്. ഫലപ്രഖ്യാപനം വൈകിട്ട് 3-ന്. ഫലമറിയാൻ 4.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ. +1 പ്രവേശനത്തിന് അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച സർക്കാർ. സീറ്റുകളുടെ എണ്ണം ഉയർത്തിയത് 9 ജില്ലകളിൽ. തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി നോക്കാം. ഖത്തറിൽ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെ ഇറാനെതിരെ വ്യോമാക്രമണവുമായി US. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിലും ഹോർമൂസ് കടലിടുക്കിലെ വിവിധ മേഖലകളിലും സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുണ്ട്. സ്വയം പ്രതിരോധമെന്ന നിലയിലായിരുന്നു ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇത് സമാധാന ചർച്ചകളെ ഏതെങ്കിലും രീതിയിൽ വിപരീതമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഇതുവരെ ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ആക്രമണത്തെ സംബന്ധിച്ച് വന്നിട്ടില്ല. എന്തായാലും ഇറാനെ തീർത്തും പ്രകോപിപ്പിക്കുന്ന ഒരു നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ആക്രമണങ്ങൾ നടന്നത്. ഇറാന്റെ തെക്കൻ മേഖലയായിട്ടുള്ള ഒരു തുറമുഖ നഗരത്തിലും അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിലുള്ള ചില മേഖലകളിലുമായിരുന്നു ഇത്തരം ഒരു ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ചില മിസൈൽ
മിസൈൽ വിക്ഷേപണ മേഖലകൾ നശിച്ചിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. അതുപോലെ ഇറാന്റെ ചില സീ മൈനുകളും ഈ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇത് കാരണം മറ്റെന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പല ഭാഗങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് ഇറാനിലെ തദ്ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഈ സമാധാന ചർച്ചകളെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഈ എബ്രഹാം അക്കോർഡ്സുമായി ബന്ധപ്പെട്ടാണ് ട്രംപിന്റെ ഒരു പരാമർശം. നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം 2020 ഈ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു നിബന്ധന കൊണ്ടുവന്നത്. ഇത് കാരണം ഈ ഒരു ഉടമ്പടി പ്രകാരം പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള ബന്ധം അത് കുറച്ചുകൂടി സുഗമമാക്കുകയായിരുന്നു ഈ ഒരു ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം. ഇതുവരെ UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ, അതുപോലെ കസാഖിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളായിരുന്നു എബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ഈ രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് രാജ്യങ്ങളെ കൂടി, അതായത് ഇറാൻ ഉൾപ്പെടെ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങളെ കൂടി ഈ എബ്രഹാം അക്കോർഡ്സിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് ട്രംപ് പുതിയൊരു നിബന്ധന കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ട്രംപ് ഇപ്പോൾ ഏറ്റവും പുതുതായി പറയുന്നത് ഈ കുറച്ചുകൂടി പുതിയ രാജ്യങ്ങൾ, പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങൾ കൂടി എത്രയും വേഗം എബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമാകണം, ഇതിലൂടെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം സുഗമമാക്കണം എന്നതാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ, UAE, ഖത്തർ, അതുപോലെ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ അധികാരികളുമായി സംസാരിച്ചതായിട്ടും ട്രംപ് തന്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു കാര്യത്തിന് ഇറാൻ സമ്മതിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. ഇത് ഈ സമാധാന ചർച്ചകളെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ എബ്രഹാം അക്കോർഡ്സ് നിലനിൽക്കെയാണ് ഈ UAE-യിലേക്ക് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത്. അപ്പോൾ UAE അടക്കം വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം UAE-യിലേക്ക് വളരെയധികം ആക്രമണങ്ങൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടും അമേരിക്കയാണെങ്കിലും ഇസ്രായേലുമാണെങ്കിലും വേണ്ട തരത്തിൽ അതിനെതിരെ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു പ്രതിരോധം തീർത്തില്ല എന്നുള്ള ഒരു കടുത്ത അതൃപ്തി UAE അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ തന്നെ എബ്രഹാം അക്കോർഡ്സിലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ഒരു നല്ല ബന്ധം പുലർത്തുകയും അതുപോലെ എബ്രഹാം അക്കോർഡ്സിൽ ഇല്ലാത്ത രാജ്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയുമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് കാണാനാകും. പക്ഷേ പശ്ചിമേഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമുണ്ട്, അതുപോലെ അവരുമായിട്ട് നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുമുണ്ട്. മാത്രമല്ല, ഇസ്രായേലുമായി ഇത്ര വേഗം ഒരു നല്ല തരത്തിലുള്ള ബന്ധം മുന്നോട്ട് പോകാൻ അത് ഇറാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പല കാര്യത്തിലും അവർക്കിപ്പോഴും അഭിപ്രായ ഭിന്നതകളുണ്ട്. ലെബനിലേക്ക് ഇപ്പോഴും തുടരുന്ന ആക്രമണത്തിൽ കടുത്ത അതൃപ്തി ഇറാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കെ എബ്രഹാം അക്കോർഡ്സിൽ ഒരിക്കലും ഇറാൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ ട്രംപ് ഇപ്പോൾ പുതുതായി മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ഒരു ആവശ്യം, അത് തീർച്ചയായിട്ടും ഈ സമാധാന നീക്കങ്ങളെ എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഈ ചർച്ചകളിൽ വലിയൊരു പുരോഗതി ഉണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയും അധികം വൈകാതെ തന്നെ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം അദ്ദേഹം ന്യൂഡൽഹിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു കാര്യങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന്, എന്നാൽ ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറാൻ പറയുന്നത് ഈ തീർച്ചയായിട്ടും സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ട്, പക്ഷേ ഒരു കരാർ എത്രയും വേഗം ആകും എന്നതിനെ സംബന്ധിച്ച് സൂചനയില്ല. ഇത് കുറച്ചുകൂടി സമയം മുന്നോട്ട് പോയേക്കാം എന്നാണ് ഇക്കാര്യത്തിലുള്ള ഇറാന്റെ അഭിപ്രായം. എന്തായാലും നിലവിൽ ഈ സമാധാന ചർച്ചകൾ പുരോഗമിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണം കൂടി ഉണ്ടായത്. ഇറാന്റെ ഭാഗത്തു നിന്ന് നിലവിൽ പ്രത്യാക്രമണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു, നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് ഇറാൻ ഒക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വ്യോമാക്രമണം ഉണ്ടാകുന്നത്. ഇത് സമാധാന ചർച്ചകൾ നിർത്തിവെക്കാൻ ഒരു കാരണമാകുമോ? അതുപോലെ തന്നെ ഒരു പ്രത്യാക്രമണത്തിന് ഇറാൻ മുതിരാനുള്ള ഒരു സാധ്യതയുണ്ടോ?
നിലവിൽ അത്തരം ഒരു സംഘർഷ സാധ്യതകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിൽ വെച്ചാണ് പുതിയ ഒരു സമാധാന ചർച്ചകൾ നടക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ്റെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥരും അതുപോലെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്സിയും ഖത്തറിലെത്തിയിരുന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്സി ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച ഉൾപ്പെടെ നടത്തി. അതിനുശേഷമാണ് അബ്ബാസ് അരക്സി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ അബ്ബാസ് അരക്സി പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഈ ചർച്ചകളിൽ പുരോഗതിയുണ്ട്. ഒരു പുതിയ പല കാര്യങ്ങളും ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് അതിലൊരു പരിഹാരം കാണാനുള്ള പല കാര്യങ്ങളും ഒരു വാക്കാൽ സമ്മതിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഉടമ്പടി, സമാധാന ഉടമ്പടി, അതിലേക്ക് എത്താനാണ് ഒരു കാലതാമസമുള്ളത്. അതും ഉടൻ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് അബ്ബാസ് അരക്സി പറഞ്ഞു. പക്ഷേ ട്രംപിൻ്റെ ഭാഗത്ത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഭീഷണി മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ട്രംപ് ഇപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രൂ സോഷ്യലിൽ ഇറാൻ വിഷയത്തിൽ 2 പോസ്റ്റ് ഇട്ടിരുന്നു. 2 പോസ്റ്റിലും അദ്ദേഹം എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരണം എന്നാണ് ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കുമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ നിരന്തരമുള്ള ഈ ഭീഷണിയും അതുപോലെ ഈ സമാധാന ഉടമ്പടിയിൽ എത്തിച്ചേരാൻ എബ്രഹാം അക്കോർഡ്സിൽ ഇറാൻ പങ്കാളിയാകണമെന്നും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇതിനോട് സഹകരിക്കണമെന്നുമുള്ള ട്രംപിൻ്റെ പുതിയ ഉടമ്പടിയും അതിനെ കൂടുതലൊരു പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. ട്രംപ് അക്കാര്യത്തിലും ഒരു പുതിയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒന്നുകിൽ ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് ഈ യുറേനിയം നശിപ്പിച്ചു കളയാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ആരംഭിക്കണം. ഇതാണ് ട്രംപിൻ്റെ പുതിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുറേനിയം റഷ്യയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ അടക്കം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സൂചിപ്പിച്ചതാണ്. എന്നാൽ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ അമേരിക്ക ഇതിലൂടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഈ യുറേനിയം അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയണം എന്നതാണ് ട്രംപ് പുതുതായി ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഇറാൻ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ നിലവിൽ നമുക്ക് യാതൊരു വിവരവുമില്ല. ചിലപ്പോൾ അത് പൂർണ്ണമായി ഈ ഒരു ആവശ്യം തള്ളിക്കളയാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സമാധാന ചർച്ചകൾ അത് വീണ്ടും പിന്നോട്ട് പോയേക്കാം. ഏതായാലും ഖത്തറിലുള്ള പുതിയ ഒരു ചർച്ചകൾ, ഇപ്പോൾ അമേരിക്കയും ഈ ചർച്ചകളുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ ഇനി അടുത്ത് കുറച്ചുകൂടി പുരോഗതി ഈ ചർച്ചയിൽ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ളത്. ശരി അജയ്, തുടരുക. ഇറാൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന പുതിയ നിബന്ധനയുമായി എത്തിയിരിക്കുകയാണ് ട്രംപ്. സൗദി, ഖത്തർ, പാകിസ്ഥാൻ അടക്കം രാജ്യങ്ങളെ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് US പ്രസിഡന്റിന്റെ ആവശ്യം. അതേസമയം ഇസ്രയേലുമായി ഉടമ്പടിയിൽ ഏർപ്പെടാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. അജയ്, ഇപ്പോഴിതാ എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കണം എന്നൊരു ആവശ്യവുമായി ട്രംപ് മുന്നോട്ടെത്തുന്നു. സമാധാന ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ ഇസ്രയേലുമായൊരു ഉടമ്പടിക്ക് തയ്യാറല്ലെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഇത് സമാധാന ചർച്ചയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എബ്രഹാം അക്കോർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇറാന് ഈ സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ എതിർപ്പുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേലിൻ്റെ നിലപാട് തന്നെയാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പറയുന്നത് തങ്ങളുടെ സൈനിക നടപടികൾ അത് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഭാഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അത് പൂർണ്ണ അവസ്ഥയിൽ എത്തിക്കുമെന്നും ഇസ്രായേൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇറാനുമായിട്ട് ഇപ്പോൾ ഇത്രയും വേഗം ഒരു കരാറിലേക്ക് ഏർപ്പെടാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ഇസ്രായേൽ പൂർണ്ണമായി ഒരു പിന്തുണ കൊടുക്കുന്നില്ല. അമേരിക്ക പെട്ടെന്നൊരു നിബന്ധന അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് എത്തുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകാനുള്ള ഒരു സാധ്യത അത് അവർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഇത്തരം ആശങ്കകൾ കൂടി പരിഹരിക്കാനാണ് തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അമേരിക്ക ഇപ്പോൾ ഈ എബ്രഹാം അക്കോർഡ്സ് എന്നീ ആവശ്യം കൂടി നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇറാന്റെ ഇക്കാര്യത്തിലെ വിയോജിപ്പ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിരന്തര ഭീഷണികൾ തന്നെയാണ്. ഭാവിയിലാണെങ്കിലും ഇറാനിലേക്ക് ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരുമോ എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ഇറാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ പിന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇനി തങ്ങളുടെ രാജ്യത്തിലേക്ക് ഒരു രാജ്യങ്ങളുടെയും ആക്രമണം ഉണ്ടാകാതെ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് എത്തുക, ഇതിനാണ് ഇറാന്റെ ഒരു ലക്ഷ്യമെന്ന് നമുക്ക് കാണാനാകും. മാത്രമല്ല, ലെബനിലേക്ക് ഇസ്രായേൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അതിലും ഇറാൻ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കരാർ ഉണ്ടാകുകയാണെങ്കിൽ ആ കരാറിൽ ലെബനന്റെ കാര്യം കൂടി എഴുതി ചേർക്കണമെന്നുള്ളതും ഇറാന്റെ വലിയൊരു ആവശ്യമാണ്. എന്നാൽ അമേരിക്കയാണ് ഈ പല കാര്യങ്ങൾക്കും ചെക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഉടമ്പടികൾ കരാറിൽ എഴുതി ചേർക്കാൻ അമേരിക്ക ഒരിക്കലും തയ്യാറാകില്ല. മാത്രമല്ല, ലെബനൻ വിഷയം കരാറിൽ നിന്ന് മാറ്റി നിർത്താനും അമേരിക്ക തുടർച്ചയായി ആലോചിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ കൂടുതൽ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഈ കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ഫീൽ അവർക്ക് കൊടുക്കുക, ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന പുതിയ ഉടമ്പടി കൂടി ട്രംപ് എടുത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, അതുപോലെ ഇറാൻ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങളെയാണ് ഇതിൻ്റെ ഭാഗമാകാനായിട്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2020 എബ്രഹാം അക്കോർഡ്സ് കരാർ പ്രകാരം UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. കൂടുതൽ രാജ്യങ്ങളെ കൂടി ഈ എബ്രഹാം അക്കോർഡ്സിൽ കൊണ്ടുവന്ന് പശ്ചിമേഷ്യയിൽ അമേരിക്ക ശ്രമിക്കുന്ന സമാധാന ശ്രമങ്ങൾക്ക് ഒരു പൂർണ്ണത വരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതിന് കൂടുതൽ രാജ്യങ്ങൾ കൂടി സഹകരിക്കണം എന്നെല്ലാമാണ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഇറാന്റെയും മറ്റ് രാജ്യങ്ങളുടെയും പ്രതികരണം വന്നിട്ടില്ല. ഇത് എത്തരത്തിലാകും അവരുടെ പ്രതികരണം എന്നുള്ളതനുസരിച്ചിരിക്കും ഈ സമാധാന ശ്രമങ്ങളുടെ ഭാവി എന്ന് പറയുന്നത്. ഖത്തറിൽ അതേസമയം ഇറാൻ അമേരിക്ക സമാധാന ചർച്ച ഉടൻ നടന്നേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിവേഗം ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ തള്ളുകയാണ്. അജയ്, ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത് ഈ സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രതിസന്ധികൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ചർച്ചകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ചർച്ചയിൽ അതുകൂടി പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഈ സമാധാന ഉടമ്പടി വൈകാതെ തന്നെ ഉണ്ടായേക്കുമെന്ന് നമുക്ക് കരുതാം, അല്ലേ? മാർക്കോ റൂബിയോ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്, US-ന്റെ വിദേശകാര്യ സെക്രട്ടറി. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഈ ചർച്ചയിൽ പുരോഗതി ഉണ്ടായാൽ തന്നെയും ഈ സമാധാന നീക്കങ്ങൾ അല്ലെങ്കിൽ ഒരു സമാധാന കരാർ ഉണ്ടാകുന്നത് അത് നീണ്ടേക്കാം എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതിന് പലതരം കാരണങ്ങളുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരം ഉപാധികൾ ഇറാൻ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ലെബനന്റെ കാര്യമാണെങ്കിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇറാനിലുള്ള ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ വിഷയം, ഇതെല്ലാം സംബന്ധിച്ച് ഇറാന് അവരുടേതായിട്ടുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു കരാർ കണ്ണും പൂട്ടി അംഗീകരിക്കാൻ ഒരിക്കലും ഇറാൻ സാധിക്കില്ല. നമ്മൾ മുൻപത്തെ ചില ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ടുള്ള പല നിബന്ധനകളിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ട്രംപ് ഇറാൻ തങ്ങളുടെ എല്ലാ ഉപാധികളും അംഗീകരിക്കുന്നതായിട്ടും അവർ എത്രയും വേഗം കീഴടങ്ങുമെന്നും ഒരു കരാറിൽ ഏർപ്പെടുമെന്നും ട്രംപ് തുടർച്ചയായിട്ട് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഒരിക്കലും തങ്ങളുടെ പഴയ ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു കൊടുക്കുകയാണെങ്കിൽ തന്നെ അതുവഴി ഇറാൻ നിശ്ചയിക്കുന്ന പ്രകാരമുള്ള ഒരു ഗതാഗതം മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇറാൻ നിശ്ചയിക്കുന്ന പാതകളിലൂടെ മാത്രമേ ഗതാഗതം അനുവദിക്കുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള നിലപാടുകൾ, ഇതെല്ലാം അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും അമേരിക്കയ്ക്ക് കടുത്ത രീതിയിലുണ്ട്. അപ്പോൾ ഈ സമാധാന ചർച്ചകൾ എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോയി കൂടുതൽ ഇളവുകൾ ഇറാന് നൽകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഇറാന്റെ ചില വിദേശകാര്യ വക്താക്കളും അതുപോലെ തന്നെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നീക്കമെന്നാണ് നമുക്ക് നിലവിൽ കാണാനാകുന്നത്. എന്തായാലും ഖത്തറിലുള്ള ചർച്ചകളിൽ ഒരു പുരോഗതി തന്നെയാണ്
ലോകരാജ്യങ്ങളടക്കം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇറാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഖത്തറിലുണ്ട്. അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ കൂടി ഈ ഖത്തറിലേക്ക് എത്തുമെന്നുള്ള ഒരു വാർത്തകളാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഖത്തറിന്റെ അധികാരികളുമായിട്ട് ഇറാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഒരു അമേരിക്കയുമായിട്ടുള്ള സമാധാന ഉടമ്പടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ആയതായിട്ടാണ് വിവരം. ഇനി കൂടുതൽ ഒരു നല്ല വാർത്തകൾ മാർക്കോ റൂബിയോ സൂചിപ്പിച്ചതുപോലെ തന്നെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്തകൾ തന്നെയാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ശരി അജയ്, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ കാലിഫോർണിയയിൽ വിമാന ഭാഗങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ വൻ വാതക ചോർച്ച. മീഥൈൽ മെത്താക്രൈലേറ്റ് എന്ന വൻ സ്ഫോടക സാധ്യതയുള്ള വാതകം സൂക്ഷിച്ചിരുന്ന ടാങ്കറിലാണ് ചോർച്ച കണ്ടെത്തിയത്. പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഏകദേശം 50,000-ഓളം ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജയ്, സുധാ ബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, എങ്ങനെയാണ് ഈ ടാങ്കറിൽ വാതക ചോർച്ച ഉണ്ടായത് എന്നത് വ്യക്തമാണോ? അതേസമയം ഇപ്പോഴും അവിടെ അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? അനുശ്രീ, കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് പ്രതിസന്ധികളുടെ ഒരു തുടക്കമെന്ന് പറയുന്നത്. വ്യാഴാഴ്ച ഈ വാതകം സൂക്ഷിച്ചിരുന്ന ടാങ്കറിൽ അമിതമായിട്ട് താപനില ഉയരാൻ തുടങ്ങി. ഈ താപനില ഉയർന്നത് കാരണം ടാങ്കറിലുള്ള ചില വാൽവുകളുടെ പ്രവർത്തനം തകരാറിലായിട്ടുണ്ട്. ഇത് കാരണം മർദ്ദം പുറത്തേക്ക് പോകാത്തത് കാരണം ഈ താപനില അത് വീണ്ടും കൂടുതലായി ഉയരുകയും ഇതിലുള്ള മർദ്ദം അത് ക്രമാതീതമായി വർദ്ധിച്ച് പരിധിക്കപ്പുറത്തേക്ക് മുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണമാണ് നിലവിൽ ടാങ്കറിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിള്ളൽ വഴി പുറത്തേക്ക് ഈ പറയുന്ന ഈ കടുത്ത ഒരുപാട് ഇപ്പോൾ ഈ കത്തുന്ന ഒരു സ്വഭാവമുള്ള വാതകമാണ് ഈ മീഥൈൽ മെത്തോക്രൈലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാതകത്തിൻ്റെ അമിതമായിട്ടുള്ള ചോർച്ചയും പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇപ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 50,000-ഓളം ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇതിൽ 50,000-ഓളം ആളുകളെ ഏതാണ്ട് പകുതിയോളം ആളുകളോട് ഇപ്പോൾ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലരും ഇതിനോടകം തന്നെ വീടുകൾ വിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദഗ്ധരുടെ ചില അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു വാതക ചോർച്ച കണ്ടെത്തിയത് ഈ ടാങ്കർ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത ഇതിലൂടെ ഇല്ലാതായതായിട്ടാണ് ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതായത് ഈ മർദ്ദം ക്രമാതീതമായി വർദ്ധിച്ച് ഈ ടാങ്കർ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ മീഥൈൽ മെത്തോക്രൈലേറ്റ് എന്ന് പറയുന്ന ഈ വാതകം അത് ഒരു കത്തിപ്പോവുകയും പ്രദേശത്ത് വലിയ തരത്തിലുള്ള തീപിടുത്തം റിപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചോർച്ച ഉണ്ടായത് കാരണം ഇതിൻ്റെ സാധ്യത അത് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കാരണം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം അത് അമിതമായിട്ടില്ല എന്ന് ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ പ്രദേശത്ത് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം ഈ വാതക ചോർച്ച കാരണം ഇതിൻ്റെ ചില ദ്രവരൂപത്തിലുള്ള ഈ വാതകത്തിൻ്റെ ചില ഭാഗങ്ങൾ അത് പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകാനും ഇവിടെയുള്ള ചില ശുദ്ധജല പ്ലാന്റുമായി മിക്സ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ചില സാധ്യതകൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തിന് ചുറ്റുമായിട്ട് ഒരു സംരക്ഷണ വേലിയും ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ സഹായത്താൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരമുള്ള ഈ ഒരു ശുദ്ധജല സ്രോതസ്സുകളിൽ ഈ വാതകങ്ങൾ കലരുന്നതിനുള്ള സാധ്യതകൾ മറികടക്കാനും നിലവിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മാറി താമസിച്ച ആളുകളോട് നിലവിൽ തിരിച്ചെത്തണ്ട എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനയാണെങ്കിലും മറ്റ് അധികൃതരാണെങ്കിലും നൽകിയിട്ടുള്ളത്. ഈ അടിയന്തരാവസ്ഥ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല, ജാഗ്രത തുടരുകയാണ്. നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത നിലവിലില്ല. ഈ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ്, ഈ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഒഴിവായിട്ടുണ്ട്. പക്ഷേ ഈ കടുത്ത ഒരു പരിസ്ഥിതി മലിനീകരണത്തിനും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തിനുമുള്ള ആശങ്കകൾ അത് തുടർന്ന് വരികയാണ്. ഈ വാതക ചോർച്ച കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് വിലയിരുത്താനായിട്ടുള്ള വിദഗ്ധ സംഘം ഇപ്പോൾ പ്രദേശത്തെത്തി അതിൻ്റെ വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ശരി അജയ്, സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.
ഇടതുപക്ഷം തിരിച്ചുവരവിന്റെ പാതയിലോ? തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കേന്ദ്രീകരിക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് തൃണമൂൽ കോട്ടയായിരുന്ന ഫാൽത്തെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ബി.ജെ.പി. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ 20% വോട്ടുകളോടെ CPM സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തി. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പോടെ ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈവിടില്ലെന്നാണ് തൃണമൂൽ പ്രതികരണം. TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഇപ്പോൾ ഇടതുപക്ഷം ബംഗാളിൽ വലിയൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. അപ്പോഴും വലിയൊരു പ്രതിപക്ഷമായി BJP അവിടെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിന് തിരിച്ചുവരവ് എത്രത്തോളം സാധ്യമാണ്? പഴയ സ്വാധീനം വീണ്ടെടുക്കാൻ സാധിക്കുമോ? അനുശ്രീ, ഈ ബംഗാളിലെ ഇടതുപക്ഷം തിരിച്ചുവരവിൻ്റെ ചില സൂചനകൾ പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണാർത്ഥത്തിലേക്കുള്ള ഒരു മൂവ് ആ തരത്തിൽ ആരംഭിച്ചുവെന്ന് വിലയിരുത്താറായിട്ടില്ല. പക്ഷേ ചില സൂചനകൾ പ്രകടമാവുന്നു. അതായത് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാൾ രാഷ്ട്രീയത്തിലുണ്ടാവുന്ന പുതിയ ധ്രുവീകരണമാണ് ഇത്തരം ചില സൂചനകൾ പങ്കുവയ്ക്കുന്നത്. കാരണം BJP എല്ലാ ശക്തിയും പ്രകടിപ്പിച്ച് വരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുന്ന പല സാഹചര്യങ്ങളും അതാണ്. തൃണമൂലിൻ്റെ പല കോട്ടകളും നിഷ്പ്രഭമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പുതിയ ട്രെൻഡ്. അതായത് ഈ ഫാൽത്തെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, ഫാൽത്തയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ കൂടുകയും തെരഞ്ഞെടുപ്പ് അവിടെ അട്ടിമറി നടന്നു എന്ന ആക്ഷേപത്തെ തുടർന്നാണ് കമ്മീഷൻ അവിടെ വീണ്ടും വോട്ടെടുപ്പ് നടത്തിയത്. അവിടെ സംഭവിച്ചതാവട്ടെ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം BJP സ്ഥാനാർത്ഥി 100,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചത്. പക്ഷേ രണ്ടാം സ്ഥാനത്തെത്തിയത് CPM സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 20% വോട്ടുകൾ അവിടെ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ തൃണമൂലിൻ്റെ ആ കോട്ടയായ മണ്ഡലം 4ാം സ്ഥാനത്തേക്കാണ് തൃണമൂൽ സ്ഥാനാർത്ഥി പോയത് എന്നതാണ് സാഹചര്യം. 30% മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ്. അപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ ഇടതുപക്ഷത്തേക്ക് മാറി എന്നത് വേണം അവിടുത്തെ സാഹചര്യം തെളിയിക്കാൻ. അതായത് ഇടതുപക്ഷത്തിന് ബംഗാളിൽ ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായത് മുസ്ലിം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിലേക്കും മമതാ ബാനർജിയിലേക്കും ഷിഫ്റ്റ് ചെയ്തു എന്ന കാരണമാണ് യഥാർത്ഥത്തിൽ അവിടെ ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നഷ്ടം അവിടെ ഉണ്ടാക്കിയത്. ആ മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഉപേക്ഷിച്ച് ഇടതുപക്ഷം അടക്കമുള്ള ബദൽ സാധ്യതകളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പ്രകടമാകുന്നത് എന്നതാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത. എന്നാൽ അവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്ന, CPM നേതാക്കളൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, CPM വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ മാത്രമല്ല ഹിന്ദു വോട്ടുകളടക്കം ഇടതുപക്ഷത്തേക്ക് മാറുന്നു. അതിൻ്റെ സൂചനകൾ പ്രകടമാകുന്നു എന്നതാണ്. എന്തായാലും ബംഗാളിൽ പുതിയൊരു ധ്രുവീകരണം പ്രകടമാവുന്നുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമെന്ന് ഇടതുപക്ഷം CPM ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോഴുണ്ടാവുന്ന പൊതുവായ സാഹചര്യം. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം, തൃണമൂലിൻ്റെ പതനത്തിന് ശേഷം ബംഗാളിലെ CPM പാർട്ടി ഓഫീസുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതവിടെ രാഷ്ട്രീയത്തിലുണ്ടായ വലിയ മാറ്റങ്ങളാണ്. അതുമാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് ശേഷം കൂട്ടത്തോടെ പല ആളുകളും പാർട്ടി വിടുന്ന സാഹചര്യം പ്രകടമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം തൃണമൂൽ അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്ന റിപ്പോർട്ടുകൾ നിരന്തരമായി ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ അവിടെ വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു എന്നതാണ് പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രകടമാവുന്ന ഒരു സാഹചര്യം. അത് ഇടതുപക്ഷത്തിന് പൊതുവിൽ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. നേരിട്ട് ചിലയിടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയുന്നത് തങ്ങളുടെ തിരിച്ചുവരവിൻ്റെ സൂചനയായി ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട്. CPM-ഉം CPI-യും അടങ്ങുന്ന ലെഫ്റ്റ് ക്യാമ്പയിൻ ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ കൈവരുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിലെ സാഹചര്യമാണ്. ഇത് ബംഗാളിൻ്റെ പൊതുരാഷ്ട്രീയവുമായി കൂട്ടി വായിക്കും. അങ്ങനെയെങ്കിൽ വരുന്ന 5 വർഷം മുഖ്യ പ്രതിപക്ഷമായി മാറാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് തങ്ങൾ വളരും എന്നതാണ് ഇടതു പാർട്ടികളുടെ അവകാശവാദം. എന്തായാലും ഇതൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈവിട്ടു എന്ന അവകാശവാദത്തിൽ കഴമ്പില്ല എന്ന് അഭിഷേക് ബാനർജിയും അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം അഭിഷേക് ബാനർജി പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ തവണ ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവിടെ നിന്നും അഭിഷേക് ബാനർജിക്ക് ലഭിച്ചത്. അതായത് 80% അവിടുത്തെ വോട്ടുകൾ അഭിഷേക് ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും കിട്ടിയതാണ്. അവിടെയാണ് ഇത്ര വലിയൊരു പതനം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, തൃണമൂൽ കോട്ടകൾ പോലും വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടാവുകയും അവിടെ BJP കടന്നു വരികയുമാണ് ചെയ്യുന്നത്. അതേസമയം രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് ഇടതു പാർട്ടികളാണ് എന്നതാണ്. അവിടെ അതുകൊണ്ടുകൂടിയാണ് ബംഗാളിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു. അവിടെ അങ്ങനെയെങ്കിൽ മുഖ്യ പ്രതിപക്ഷമായി ഒരു പക്ഷേ 5 വർഷത്തിന് ശേഷം ഇടതുപക്ഷം കടന്നു വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിധി എഴുതുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഇടതുപക്ഷത്തിന്
ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. മുഹമ്മദ് സലീം CPM-ന്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇതിൻ്റെ ചില സൂചനകൾ പ്രകടമാവുകയും ചെയ്യുന്നു. ഇത്തവണ ബംഗാൾ നിയമസഭയിലും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് MLA വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, യുവാക്കളെ അടക്കമുള്ള ഒരു പുതുനിരയെ വളർത്തിക്കൊണ്ടുവരാൻ CPM-ന് നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഘടനാ രംഗത്തും DYFI അടക്കമുള്ള സംഘടനകളെ പുതിയ രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കമിടാൻ ബംഗാളിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ച ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രകടമായിട്ടുണ്ട് എന്നതാണ് CPM കേന്ദ്രങ്ങൾക്കും ഇടത് കേന്ദ്രങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നത്. എന്തായാലും 20% വോട്ട് നേടിയാണ് വരുന്നത്. നമുക്കറിയാം, ബംഗാൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും നടക്കുന്നത് പൊളിറ്റിക്കൽ ഷിഫ്റ്റ്, വർഗീയ അടിസ്ഥാനത്തിൽ, ജാതി അടിസ്ഥാനത്തിൽ വോട്ടിംഗ് നടക്കുന്ന ഇടമാണ്. മുമ്പ് CPM അധികാരത്തിലിരുന്നപ്പോൾ കൂട്ടത്തോടെ ഹിന്ദു വോട്ടുകളുടെ പിന്തുണയുണ്ടായിരുന്നു. അതേസമയം മുസ്ലിം വോട്ടുകളുടെ ഒരു പങ്കും CPM-നും ഇടതു പാർട്ടികൾക്കും ലഭിച്ചിരുന്നു. എന്നാൽ മമതയുടെ കടന്നുവരവോടുകൂടി വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുകയും പൂർണ്ണമായി മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ മമതയിലേക്കും തൃണമൂൽ കോൺഗ്രസിലേക്കും ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് അവിടെ വലിയ തരത്തിലുള്ള മാറ്റം, തകർച്ച ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. എന്നാൽ BJP-യുടെ കടന്നുവരവോടെ സംഭവിക്കുന്നത് ഹിന്ദു വോട്ടുകൾ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുന്നു, മുസ്ലിം വോട്ടുകൾ ഇത്തവണ വിഘടിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിച്ചത് മമതാ ബാനർജിയിൽ നിന്നും അത് മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ബംഗാളിൽ പുതിയൊരു ധ്രുവീകരണ സാധ്യതകൾ പ്രകടമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ശരി സജിത്ത്, തുടരുക. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് ശക്തമാക്കിയതോടെ പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ കൂട്ടത്തോടെ തിരികെ പോവുകയാണ്. BJP സർക്കാർ അധികാരത്തിലെത്തിയതോടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പരിശോധന ശക്തമാക്കി. വീട്ടുജോലിക്ക് മറ്റുമായി 100 കണക്കിന് പേരാണ് അതിർത്തി കടന്ന് ബംഗാളിലെത്തിയിരിക്കുന്നത്. ഇത്തരക്കാർ കൂട്ടത്തോടെ അതിർത്തി വഴി സ്വദേശത്തേക്ക് ഇപ്പോൾ മടങ്ങുകയാണ്. സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാൻ വന്നിരുന്നു. বাংলাদেশে কোথায় বাড়ি? মোল্লাডাঙ্গা। এদিকে কোথায় থাকতেন? কি কাজ করতে? বাসন মাজা কাজ করতেন। আর কতদিন আগে আসছিলেন? 2-3 মাস। 2-3 মাস আগে? হ্যাঁ, ওরকম 1-1.5 বছর হয়েছে। বাসন মাজা কোন বর্ডার দিয়ে আসছিলেন? ওটা মনে নেই। হ্যাঁ, কি নাম কি আপনার? খুলনা জেলায়। এখানে কোথায় থাকতেন? থাকতাম দুর্গানগর। സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പശ്ചിമ ബംഗാളിൽ BJP വലിയ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു, നടപടികൾ സ്വീകരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? ഈ കുടിയേറ്റക്കാരൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അവരെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ മുർഷിദാബാദ്, നാദിയ തുടങ്ങിയ അതിർത്തി ജില്ലകളിൽ നിന്നുള്ള ദൃശ്യമാണ്. അതിർത്തി മേഖലകളിൽ കൂട്ടത്തോടെ പലായനം നടക്കുന്നു എന്നതാണ് സാഹചര്യം. അതായത് അനധികൃത കുടിയേറ്റക്കാർ കൂട്ടത്തോടെ അതിർത്തികൾ വഴി ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് മടങ്ങുകയാണ്. ബംഗാളിലെ ഭരണമാറ്റമാണ് ഇതിന് ഇടവെക്കുന്നത്. നേരത്തെ മമതാ സർക്കാരും ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നു എന്നതായിരുന്നു ഉണ്ടായ സാഹചര്യം. ഒന്ന്, SIR നടപ്പിലായി. ഇതോടുകൂടി വോട്ടവകാശമില്ല. കുടിയേറ്റക്കാർ, ഇവിടുത്തെ അനധികൃത താമസക്കാർ ആരാണെന്ന് തിരിച്ചറിയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ നാടുകളിലേക്ക് മടങ്ങുന്നു എന്നാണ് സാഹചര്യം. പലപ്പോഴും ബംഗ്ലാദേശികൾക്ക് ഇവിടെ പശ്ചിമ ബംഗാൾ സർക്കാർ തന്നെ ചില സഹായങ്ങൾ നൽകി അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. എന്നാൽ ഭരണമാറ്റം സംഭവിച്ചതോടുകൂടി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പരിശോധനകൾ കർശനമാക്കി. ഇതോടുകൂടിയാണ് അതിർത്തികളിൽ ഈ വലിയ തരത്തിലുള്ള മടങ്ങിപ്പോക്ക് പ്രകടമാവുന്നത്. പലരും വീട്ടുജോലിക്കും മറ്റുമായി പശ്ചിമ ബംഗാളിൽ താമസമാക്കിയിരുന്നവരാണ്. ഇവരെല്ലാവരും ബംഗാൾ ഭാഷ സംസാരിക്കുന്നവരാണ്. ഇവരെല്ലാമാണ് ഇപ്പോൾ കൂട്ടത്തോടെ മടങ്ങിപ്പോകുന്നത്. 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, അതിർത്തികളിൽ കുടിയേറ്റം, ഈ അനധികൃതമായ കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടി അതിർത്തി വേലികൾ ശക്തമാക്കുന്നതിനുള്ള നീക്കമുണ്ടായിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ BSF-ന് ഇതുവരെ ഒരു സംസ്ഥാനത്തൊരു കേന്ദ്രം സ്ഥാപിക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ, അതിനുള്ള സ്ഥലം വിട്ട് നൽകിയിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ആദ്യ തീരുമാനങ്ങളിലൊന്നായി BSF-ന് ആ തരത്തിലൊരു സ്ഥലം വിട്ടുകൊടുത്തു. ഒപ്പം തന്നെ അതിർത്തി മേഖലകളിൽ മുള്ളുവേലികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിർത്തി വഴിയുള്ള കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടിയുള്ള കർശന നടപടികൾ പുതിയ സർക്കാർ ആരംഭിച്ചു. അതിന് പിന്നാലെയാണിപ്പോൾ
നിലവിലിവിടെ ഉണ്ടായിരുന്ന അനധികൃത താമസക്കാർ വിട്ടുപോകുന്നത്. അതിർത്തി മേഖലകളിൽ പലയിടങ്ങളിലും കൂട്ടത്തോടെയുള്ള കാഴ്ചയാണ്. കൂട്ടത്തോടെ ആളുകൾ പലായനം ചെയ്യുന്നത്, ബംഗ്ലാദേശിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി മേഖലകളിൽ പ്രകടമാവുന്നത്. ശരി, സൈത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള DK ശിവകുമാർ സമ്മർദ്ദം ശക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ബാക്കിയുള്ള കാലാവധി തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന് DK ശിവകുമാർ കഴിഞ്ഞ വർഷം മുതൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. സജിത്ത് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ഇപ്പോൾ കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം തുടരുകയാണ്. DK ശിവകുമാറിന്റെ ആവശ്യം അത് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രധാനമായും ഇപ്പോൾ അവിടെ സിദ്ധരാമയ്യ പാർട്ടിയിലെ ശക്തമായ ഒരു നേതാവായി ഇപ്പോൾ അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതെ, അതാണ് സാഹചര്യം. എന്തായാലും ഇന്ന് കർണാടക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമായ ചർച്ചയാണ് ഡൽഹിയിൽ നടക്കുന്നത്. സിദ്ധരാമയ്യയും ഒപ്പം DK ശിവകുമാറും മന്ത്രിസഭയിലെ ചില മുതിർന്ന അംഗങ്ങളും ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം മോഹിക്കുന്നവരുമടക്കം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. കർണാടക സർക്കാരിൽ നിൽക്കുന്ന തർക്കം ഇങ്ങനെയാണ്. DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ശക്തമായി തന്നെ രംഗത്തുണ്ട്. മുമ്പും ഈ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ അത് ഭരണത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് ഈ തർക്കം മാറുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇടപെടൽ ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന നടക്കാനും സാധ്യതയുണ്ട്. ചില മന്ത്രിമാരെ മാറ്റി മറ്റു ചിലരെ ഉൾക്കൊള്ളിക്കാനുള്ള നീക്കം കൂടിയുണ്ട്. ഈ തരത്തിൽ ആ സംഘടനാ പ്രശ്നം കർണാടകയിലെ കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടുകയാണ്. ഒപ്പം DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. 3 വർഷം പിന്നിട്ടിരിക്കുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. 3 വർഷവും സിദ്ധരാമയ്യയാണ് ഭരിച്ചത്. സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ DK ശിവകുമാർ മുഖ്യമന്ത്രി ആവണമെന്ന ആവശ്യമുണ്ടായിരുന്നെങ്കിൽ കൂടിയും ചർച്ചകൾക്കൊടുവിൽ അതൊരു അനുനയമുണ്ടാക്കി സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെയും കൊണ്ടുവരികയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിനെ നയിച്ചത് DK ശിവകുമാർ ആയിരുന്നെങ്കിൽ കൂടിയും സിദ്ധരാമയ്യയുടെ ജനപ്രീതി കണക്കിലെടുത്തുകൊണ്ടാണ് അന്ന് ഹൈക്കമാൻഡ് ആ തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറുകയാണ്. 2 വർഷത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ DK ശിവകുമാർ നയിക്കട്ടെ എന്ന നിലപാടെടുക്കുന്നവരുണ്ട്. അതേസമയം സിദ്ധരാമയ്യയെ തുടരണമെന്നാവശ്യപ്പെടുന്ന സീനിയർ നേതാക്കളുമുണ്ട്. ഈ തർക്ക വിഷയത്തിന് ഒരു പരിഹാരം കാണാനാണിപ്പോൾ ശ്രമം നടക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണിത് ഡൽഹിയിൽ നടക്കുന്നത്. ഈ വിഷയത്തിൽ എങ്ങനെ ഒരു സമവായം ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഹൈക്കമാൻഡ്. പ്രത്യേകിച്ചും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷന് ചില താല്പര്യങ്ങളുണ്ട് എന്ന ആക്ഷേപങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ വിഷയത്തിന് എങ്ങനെ പരിഹാരം കാണുമെന്നതാണ് ചോദ്യം. DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്നൊരു പക്ഷേ ഡൽഹിയിൽ ഉണ്ടായേക്കും. ശരി, TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്ന് ഇന്ത്യയിൽ. ഡൽഹിയിൽ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ഓസ്ട്രേലിയ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയിലും പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയുടെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക എന്നീ 4 രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പെന്നി വോങ് പറഞ്ഞു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നാടകീയത തുടരുന്നു. AIADMK കനത്ത പ്രതിസന്ധിയിലേക്ക്. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ ഷൺമുഖം, വേലുമണി പക്ഷത്തു നിന്ന് 3 MLA-മാർ ഇന്നലെ രാജിവെച്ചു. പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളും നേതൃത്വത്തോടുള്ള വിയോജിപ്പുമാണ് പെട്ടെന്നുള്ള രാജിയിലേക്ക് നയിച്ചതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ. വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹ മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. വെറുമൊരു തമാശയായി അല്ലെങ്കിൽ ഒരു ട്രോൾ പേജായി ആരംഭിച്ച ഈ ഓൺലൈൻ കൂട്ടായ്മ ഇന്ന് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ ഒരു വൻ ജനമുന്നേറ്റമായി മാറിയിരിക്കുകയാണ്.
സൈബറിടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പാറ്റകളുടെ പ്രതിഷേധം ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോടെയാണ് ഭരണകൂടവും പോലീസും കനത്ത ജാഗ്രതയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബംഗളൂരു നഗരത്തിൽ CJP ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങലയും അതിനെ തുടർന്ന് പോലീസ് സ്വീകരിച്ച കർശന നടപടികളും വിരൽ ചൂണ്ടുന്നത് ഈ ഡിജിറ്റൽ വിപ്ലവം അക്ഷരാർത്ഥത്തിൽ കളി കാര്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരുവിലെ ടൗൺ ഹാൾ പരിസരത്ത് ഞായറാഴ്ച സമാധാനപരമായ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നായിരുന്നു കന്നഡ ഭാഷയിലുള്ള പോസ്റ്ററുകളിലൂടെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ തരംഗമായി മാറിയ ഈ ആഹ്വാനം അധികാരികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. പാറ്റകളുടെ ശക്തി ഓൺലൈനിൽ മാത്രമല്ല തെരുവുകളിലുമുണ്ടെന്ന് തെളിയിക്കാനായിരുന്നു ഈ നീക്കം. എന്നാൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ കർണാടക പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി. ടൗൺ ഹാളിന് സമീപം പ്രതിഷേധം സംഘടിപ്പിക്കാൻ യാതൊരുവിധ അനുമതിയുമില്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് ഇത്തരം നിയമവിരുദ്ധ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ബംഗളൂരുവിൽ ഫ്രീഡം പാർക്ക് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങളോ റാലികളോ പാടില്ലെന്ന നിയമം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഈ നീക്കത്തിന് തടയിട്ടത്. പരിപാടിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നതിനെതിരെയും കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ പേജിന്റെ ആഹ്വാനത്തിന് ഇത്രത്തോളം വലിയ പോലീസ് സന്നാഹവും ജാഗ്രതാ നിർദ്ദേശവും വേണ്ടി വന്നു എന്നതുതന്നെ കോക്രോച്ച് ജനതാ പാർട്ടി സൃഷ്ടിച്ച സ്വാധീനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. എന്നാൽ ബംഗളൂരുവിൽ പ്രഖ്യാപിക്കപ്പെട്ട റാലി ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് ഔദ്യോഗിക കോക്രോച്ച് ജനതാ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ നീക്കങ്ങൾ തങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ ഉള്ളതല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ തങ്ങൾ ഉത്തരവാദികളല്ലെന്നും ഔദ്യോഗിക CJP ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയം യുവാക്കൾക്കിടയിൽ കാട്ടുതീ പോലെ പടർന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവതയുടെ നൈരാശ്യവും ഭരണകൂടത്തോടുള്ള അമർഷവും എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാകുന്നത്. വിദ്യാസമ്പന്നരും എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ശബ്ദമായി മാറാൻ ഈ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തിൽ നിന്നാണ് ഈ പാർട്ടിയുടെ ജനനം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയുമായുള്ള VD സതീശന്റെ ആദ്യ കൂടിക്കാഴ്ചയാണിത്. പ്രധാനമന്ത്രിയുടെ സേവാതീർത്തിലെ ഓഫീസിൽ രാവിലെ 11:15 കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നാളെ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും മുഖ്യമന്ത്രിയുടെ മടക്കം. TG സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, UDF കേരളത്തിൽ അധികാരമേറ്റതിനു ശേഷമുള്ള VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. നിർണായകമായ കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാകും. അതോടൊപ്പം തന്നെ കേന്ദ്രവുമായി കേരളത്തിൽ അധികാരമേറ്റതിനു ശേഷം UDF ഏത് തരത്തിലുള്ള ബന്ധമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ ഇന്ന് വ്യക്തമാകും, അല്ലേ? അതെ, സുപ്രധാനമായ കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം VD സതീശൻ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത് ഡൽഹി സന്ദർശനമാണെങ്കിൽ കൂടിയും ആദ്യ സന്ദർശനത്തിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് അദ്ദേഹം 11 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് എല്ലാവിധ സഹായങ്ങളും അഭ്യർത്ഥിക്കും മുഖ്യമന്ത്രി. ഒപ്പം പ്രധാനമന്ത്രിയും നേരത്തെ തന്നെ എല്ലാ പിന്തുണയും നൽകുമെന്ന് പറഞ്ഞു. അതിനപ്പുറം പ്രധാനപ്പെട്ട ഏതെങ്കിലും പദ്ധതി സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കമുള്ളത് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രി VD സതീശൻ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നാളെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും കണ്ട ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള മടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ധനവകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച നിർണായകമാണ്. ഇനി സംസ്ഥാനത്തെ ധനമന്ത്രിമാർ GST കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇനി മുതൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കേണ്ട വ്യക്തി VD സതീശനാണ്. മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും ആ രീതിയിലുണ്ടാവും. അതുകൊണ്ട് ആ രീതിയിലുള്ള ആശയവിനിമയങ്ങളും ഉണ്ടാവും. ഒപ്പം സംസ്ഥാനത്തിൻ്റെ ധനസഹായം ഇത്തവണ കേന്ദ്ര ധന കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ വിഹിതം കൂടുതലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പണം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കും. അങ്ങനെ സംസ്ഥാനം ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ പൊതുവായ വിഷയങ്ങൾക്കപ്പുറമുള്ള രാഷ്ട്രീയ വിഷയങ്ങളും ഒരുപക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് നിർണായക രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. SFI KSU സംഘർഷത്തിൽ 50 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. പോലീസ് വാഹനത്തിന് 30,000 രൂപയുടെ നാശനഷ്ടം വരുത്തിയെന്ന് FIR. കല്ലുകളും വിറക് കഷ്ണങ്ങളും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചെന്നും പരാമർശം. ആഹ്ലാദ പ്രകടനത്തിനിടെ പ്രകോപനമുണ്ടാക്കിയത് SFI പ്രവർത്തകരെന്നും FIR-ൽ പോലീസ് പറയുന്നു.
സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഇന്ന് SFI സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ടോ? ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 50 SFI പ്രവർത്തകർക്കെതിരെ കേസ് കൂടി എടുത്തിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെയാണ് മുന്നിൽ കാണുന്നത്. അനുസരിച്ച് തീർച്ചയായും, കാരണം ഈ ഒരു UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം SFIയുടെയും DYFIയുടെയും അടക്കം സമരമുഖം, അതായത് ശക്തമായ രീതിയിൽ നീറ്റ് പരീക്ഷയുടെ സംബന്ധിച്ച വിവാദമായിക്കോട്ടെ അതിനടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന കാര്യത്തിലേക്ക് അടക്കം കടന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ സംഘർഷം വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട KSU പ്രവർത്തകരുമായി നടന്ന സംഘർഷത്തിൽ പിന്നീട് അത് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുന്നു. പോലീസ് ഏകപക്ഷീയമായി നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞ് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലും പിന്നീട് KSU പ്രവർത്തകരും SFIയും തമ്മിൽ നേരിട്ട് തെരുവ് യുദ്ധത്തിലേക്ക് കടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ പാളയത്തും യൂണിവേഴ്സിറ്റി ആസ്ഥാനം പരിസരത്ത് അടക്കം വലിയ രീതിയിൽ നിലനിന്നിരുന്നു. പിന്നീട് പോലീസ് വലിയ രീതിയിൽ പണിപ്പെട്ടാണ് സംഘർഷ സാധ്യത ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയത്. പക്ഷേ ഇന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ മാർച്ച് 1 മണിയോടുകൂടിയാണ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത സെക്രട്ടേറിയറ്റ് പരിസരത്ത് പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം സമരഗേറ്റ് അടക്കം വർഷങ്ങൾക്ക് ശേഷം തുറന്നു എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സമരഗേറ്റിന്റെ ഭാഗത്തായിരിക്കും ഈ ഒരു SFIയുടെ പ്രവർത്തകർ സമരവുമായി അല്ലെങ്കിൽ മാർച്ചുമായി എത്തുക എന്നാണ് അറിയുന്നത്. എന്തായാലും വലിയൊരു സംഘർഷ സാധ്യത അവിടെയും പോലീസുമായിട്ടുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ അവിടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി പ്രവർത്തകർക്ക് SFIയുടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റ ദൃശ്യങ്ങളടക്കം, അതായത് എല്ലുകൾക്ക് പൊട്ടലടക്കം സംഭവിച്ച ചിത്രങ്ങളടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേസടക്കം എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള സംഘർഷം ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ആദ്യം 10 മണിക്കായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്, പിന്നീട് അത് 1 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും സെക്രട്ടേറിയറ്റും പരിസരവും വലിയ കനത്ത സുരക്ഷയിൽ തന്നെ തുടരുകയാണ്. ഈ ഒരു മാർച്ചിന് പോലീസ് എല്ലാവിധ സജ്ജീകരണങ്ങളും, അതായത് ഇത് നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. ആഭ്യന്തരമന്ത്രി വിളിച്ച വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തലസ്ഥാനത്ത്. വിജിലൻസ് ആസ്ഥാനത്ത് വെച്ചാകും രാവിലെ 11 മണിക്ക് യോഗം നടക്കുക. പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് പിന്നാലെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരുമായും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. പോലീസിന് പുറമെ വിജിലൻസിലും സമഗ്രമായ അഴിച്ചുപണി നടന്നേക്കുമെന്നാണ് സൂചന. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കും. അതിനിടെ പ്രതികളായ 5 ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് വകുപ്പ് തല നടപടിയുണ്ടായേക്കും. വയനാട് മേപ്പാടി പുത്തുമലയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. പ്രദേശവാസിയായ ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരുക്കുണ്ട്. ഇന്ന് രാവിലെ 7:30 സംഭവം. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, വയനാട് വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വയനാട് മേപ്പാടി കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ജെസ്സി അല്ലെങ്കിൽ പുത്തുമല എന്ന് പറയുന്ന പ്രദേശത്തിലെ ജെസ്സി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് മരിച്ചത്. രാവിലെ ഭർത്താവുമൊത്ത് ജോലിക്ക് പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. സ്കൂട്ടറിലായിരുന്നവർ യാത്ര ചെയ്തത്. എന്തായാലും ഒരു ദാരുണമായ സംഭവമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം കാട്ടാനയുടെ ഒരു ശല്യം ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിലും അതിനുവേണ്ട നടപടികളൊന്നും അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ പ്രതിഷേധവുമുണ്ട്. എന്തായാലും ഈ സ്ത്രീയും ഭർത്താവും രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ് അറിയുന്നത്. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്ത് മനുഷ്യമൃഗ സംഘർഷം പതിവാകുകയാണെന്നും എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതയുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പുത്തുമല ചൂരമല എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ഈ ഒരു അല്ലെങ്കിൽ വലിയ ഒരു സംഭവം നടന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ കാട് പ്രദേശമാണ്. നമുക്കറിയാം ഈ മുൻപ് നടന്ന ഓരോ ആക്രമണങ്ങൾ നമുക്കറിയാം, കാട്ടാനയുടെയും അല്ലെങ്കിൽ കടുവയുടെയും ഒക്കെ. പക്ഷേ ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണുള്ളത്. എന്തായാലും ഈ മരിച്ച ജെസ്സിയുടെ തുടർ നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാജി എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ചികിത്സയിലാണുള്ളത്. എന്തായാലും വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അനുശ്രീ. ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൊല്ലമഞ്ചലിൽ പോലീസുകാരന്റെ ബുള്ളറ്റ് കത്തിച്ച കേസിൽ വഴിത്തിരിവ്. സംഭവത്തിൽ ശൂരനാട് സ്വദേശി ആരതി, ഇടുക്കി സ്വദേശി ഗായത്രി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
പോലീസുകാരനായ വിവേകും ആരതിയും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് ബൈക്ക് കത്തിക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. ജവഹർ കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ജവഹർ പുരസ്കാരം ന്യൂസ് 18 കേരള സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജി ശ്രീജിത്തിന്. മാധ്യമരംഗത്തെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള പുരസ്കാരത്തിനായി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫിനെ തെരഞ്ഞെടുത്തു. ചാണ്ടിയുമ്മൻ MLA ആണ് മികച്ച നിയമസഭാ സാമാജികർക്കുള്ള പുരസ്കാരം. നെഹ്റുവിന്റെ ചരമദിനമായ 2026 മെയ് 27 ബുധനാഴ്ച വൈകുന്നേരം 4:30 കോട്ടയത്ത് നാഗമ്പടം ഹോട്ടൽ സീസർ പാലസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം.